നമ്മൾ ഇരിക്കുന്നതിന്റെ ഇൻ ബിറ്റ്വീൻ ഓക്കെ ഒരു ATM മെഷീൻ ഉണ്ട്. അവിടെ ATM കാർഡ്, ഒരു ഇമാജിനറി ATM കാർഡ് ഒന്ന് കയ്യിലെടുക്കാൻ പറ്റും. ഇപ്പൊ ചുമ്മാ കാണിച്ചാൽ മതി, എടുത്താൽ മതി, വെറുതെ എടുത്താൽ മതി. ഓക്കെ, മെഷീനിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ശരി, ഇനി ഓപ്ഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് മറ്റേ ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്ത് ഓക്കെ, കണ്ണുകൊണ്ട് ആ പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ 1 2 3 4 5 6 7 കണ്ണുകൊണ്ട് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കണേ. ഓക്കെ, സ്റ്റോപ്പ്. താങ്ക് യു. അതെങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക? അതറിഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി പോയില്ലേ, ഒരു ത്രില്ല് പോയില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ്. ഒന്നുകൂടെ പറയാം, ഇത് ഈ ഒരു സാധനം കാണുന്ന സമയത്ത് രണ്ട് രീതിയിൽ ആൾക്കാർ വിചാരിക്കും. ഒന്ന്, നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. രണ്ടെന്ന് പറയുന്നത് ഈ പറയുന്ന ഇതിന്റെ വീട്ടിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ, അല്ലെങ്കിൽ ഞാൻ മറ്റേ സിക്സ്ത് സെൻസിലൂടെ മനസ്സ് തോട്ട്സ് റീഡ് ചെയ്യുന്നതാണോ? ഒന്നുമല്ല. ഇതിന് പിന്നിൽ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പെർഫോം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതൊരു ട്രിക്കാണ്. എന്ത് ട്രിക്കാണ്? അതിൽ കുറെ സൈക്കോളജിക്കൽ എലമെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിന്റെ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. മാജിക്കിനായാലും മെന്റലിസത്തെ ആയാലും പലരും മാജിക്കിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പല സിദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ മാജിക്കിന് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത്തരം ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അനന്തു ശരിക്കും അതിനെ എതിർക്കാറുണ്ടോ? എങ്ങനെയാണ് കമന്റ് വരുന്നത്? നമ്മൾ അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദുർമന്ത്രവാദത്തിനെതിരായിട്ട് ഞങ്ങളൊരു സർക്കാസ്റ്റിക് രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മറ്റേ മണിച്ചിത്രത്താഴ് കണ്ട പോലെ അതിലിപ്പോ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സയന്റിഫിക് ടെമ്പറിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രേതമുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ ശരിക്കും എന്താണ് നടക്കുന്നത്? ശരിക്കും അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. സോ അതൊക്കെ നമ്മൾ നേരിട്ട് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ ഇന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ സുമതി വളവ്, പാലോട് സുമതി വളവ് ചെയ്തു. അവിടെ എന്ന് വെച്ചാൽ ഒരു ക്യാമറ വെച്ചാൽ പോലും അവിടെ രാത്രി ആൾക്കാർ വന്ന് അടിച്ചു പൊട്ടിക്കും. പക്ഷെ അതും അടുത്ത ദിവസം സുമതിയുടെ യക്ഷിയുടെ തലയിലാണ് വീഴുന്നത്. അതേപോലെ ബോണക്കാട് ഒരു ബംഗ്ലാവ് ഉണ്ട്. അതെ, അവിടെ ഒരു കുട്ടിയുടെ ഒരു ആത്മാവിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊക്കെയുള്ള കഥകളുണ്ട്. അവിടെ ഞങ്ങൾ പോയി, അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു, ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്തു. അവിടെ വെച്ചിട്ട് ഞങ്ങള് ലൈവായിട്ട് ഓജോ ബോർഡ് കളിച്ചു. അല്ല, എനിക്കതാ വിഷമം. വന്നില്ല, ഞാനും കാണാൻ വേണ്ടിയല്ലേ പോയെ, എന്നിട്ട് ഞാൻ കണ്ടില്ല. എനിക്കതാ വിഷമം, കാണാൻ പറ്റുന്നില്ല. ഓജോ ബോർഡ് ലൈവായിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ എന്നിട്ട് ഓജോ ബോർഡ് അറിയാലോ, ബോട്ട് റെസ്പോൺസ് ആണ്. അപ്പൊ അതൊക്കെ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രേതത്തെ പിടിക്കലുണ്ട്? ഉണ്ട്, പ്രേതത്തെ പിടിക്കലല്ല, പ്രേതത്തെ എനിക്കും കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അത് ATM നമ്പർ യൂസ് ചെയ്യുന്ന ആളല്ലേ? ആണ്. എന്റെ ATM നമ്പർ അടിച്ചെടുക്കാനുള്ള പ്ലാൻ അല്ലേ? ഞാൻ മാറ്റും കേട്ടോ. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പർപ്പസ്, അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ മതി. കുഴപ്പമില്ലല്ലോ, നമ്മളത് പറയുന്നത് ചേഞ്ച് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ.